ഔലിയാക്കളെ വഴിയിലോട്ട് കയറണം, സ്വാലിഹീങ്ങളെ വഴിയിലോട്ട് കയറണം. ഖുത്ബുൽ അഖ്താബ് الغوث الأعظم الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز. എന്നെ പേടിച്ചവൻ ഏതും പേടിക്കണ്ട, എന്നെ പേടിച്ചോർക്ക് ഞാൻ കാവൽ എന്നോവർ. ഔലിയാക്കൾ പറഞ്ഞ ഓരോ വാക്കിനും വലിയ ആശയമുണ്ട്. അതല്ലേ ശൈഖ് ജീലാനി തങ്ങൾ പറഞ്ഞത്, എന്നെ മുറുകെ പിടിച്ചവനാണോ പിന്നെ അവരൊന്നും ഭയക്കേണ്ടതില്ല, പേടിക്കേണ്ടതില്ല. എന്നെ പിടിക്കേണ്ട വിധത്തിൽ പിടിച്ചാൽ ഞാൻ അവർക്ക് കാവലാണ്. ഔലിയാക്കളുടെ കാവല് നമുക്ക് അനിവാര്യമാണ്. ആ ഔലിയാക്കളെ കാണിച്ചു തന്ന വഴിയിൽ സഞ്ചരിക്കണം. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞു നിർത്തുന്നു, വിഷമമില്ലെങ്കിൽ. കഴിവുള്ളവരൊക്കെ ഒന്നെണീറ്റ് നിൽക്കുമോ? പ്രായമുള്ളവർ അവിടെ തന്നെ ഇരുന്നോളൂ. യുവാക്കളൊക്കെ ഒന്നെണീറ്റ് നിൽക്കണം. ദൂരെയുള്ളവരൊക്കെ നമ്മുടെ പന്തലിലോട്ട് കയറി വരണം. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാദം നിർത്തുന്നു. അശൈഖ് അബൂ അംർ റളിയല്ലാഹു അൻഹു മഹാനവരുകൾ തൗബ ചെയ്ത് നന്നാവുകയാണ്. മനുഷ്യൻ നന്നാകണം. എപ്പോഴും മനുഷ്യൻ ഒരുപോലെ ഉണ്ടാകാൻ പാടില്ല. മനുഷ്യന്റെ 2 ദിവസം സമമാകാൻ പാടില്ല. ഇന്നലത്തേക്കാൾ ഞാൻ ഇന്ന് കുറച്ചും കൂടി നന്നാകണം, ഇന്നത്തേക്കാൾ ഞാൻ നാളെ കുറച്ചും കൂടി നന്നാകണം. 2 ദിവസവും ഒരുപോലെയായാൽ അവനതാ പരാജിതനാണ്. അതേ, ഓരോരുത്തരും നന്നാകുന്നതിന്റെ പിന്നിൽ വലിയ പശ്ചാത്തലങ്ങളുണ്ട്, സന്ദർഭങ്ങളും സാഹചര്യങ്ങളുമുണ്ട്. അതേ ഓ സുഹൃത്തുക്കളെ, ഔലിയാക്കൾ എന്തിനാണ്? ശൈഖ് ജീലാനി തങ്ങൾ എന്തിനാണ്? അതുപോലെ സുൽത്താനുൽ ആരിഫീൻ ശൈഖ് അഹ്മദുൽ കബീർ റിഫാഴി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ എന്തിനാണ്? അവരുടെ ജീവിത ചരിത്രം പഠിക്കണം. അത് ഞാൻ മാത്രം പഠിച്ചാൽ പോരാ. ഓ ഉമ്മമാരെ, രാത്രി കിടന്നുറങ്ങുമ്പോൾ മോനെ അങ്ങ് ചെറിയ കുഞ്ഞിനെ അങ്ങ് കിടത്തിയിട്ട് നിങ്ങൾ വേഗം പോയി ഉറങ്ങാൻ നോക്കരുത്. കുട്ടിയെ കൂടെ നിങ്ങൾ പോയി കിടക്കണം. ആ കിടക്കണ സമയം നല്ലൊരു സമയമാണ്. മക്കളെ ഉപദേശിക്കാൻ പറ്റിയ സമയമാണ്. കുളിപ്പിച്ചിട്ട് ഉറങ്ങാൻ ഉപയോഗിക്കുന്ന ഡ്രസ്സ് എടുത്തിട്ട് പകൽ സമയം കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന അതേ കുപ്പായത്തിൽ രാത്രി കുട്ടികളെ കിടത്തുന്നൊരു സ്വഭാവം ഉമ്മമാരെ ദയവ് ചെയ്തുണ്ടാകാൻ പാടില്ല. ഇന്നത്തെ മിക്ക മക്കൾക്കും രോഗികളാകാൻ കാരണം രക്ഷിതാക്കളാണ്, ഉമ്മമാരാണ്. അത് ഞാൻ പറഞ്ഞാൽ എന്നോട് നിങ്ങൾക്ക് വെറുപ്പ് തോന്നിയാലും പറയാതിരിക്കാൻ കഴിയില്ല. വൃത്തി എന്നത് ഈമാനിന്റെ ഭാഗമാണ്, വിശ്വാസത്തിന്റെ ഭാഗമാണ് വൃത്തി എന്നത്. പകൽ സമയത്ത് കളിച്ചുകൊണ്ടിരുന്ന അതിൽ തന്നെ രാത്രി കിടന്നുറങ്ങുക, അത് വലിയവർക്കും യോജിച്ചതല്ല. ഉറങ്ങാൻ വേറെ തന്നെ കുപ്പായം വേണം. അതുപോലെ രാത്രി കുട്ടികളെ ഉറക്കുമ്പോൾ അവർക്ക് രാത്രി വേറെ തന്നെ ഒരു നൈറ്റ് ഡ്രസ്സ് വേണം. രാത്രി കിടത്തുമ്പോൾ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് അതാ നല്ലൊരു കുപ്പായം ഇട്ടിട്ടാണ് അവരെ കിടത്തേണ്ടത്. അങ്ങനെ നല്ല ഫ്രഷായി അവരങ്ങ് കിടക്കുമ്പോൾ അവർക്ക് പഴയ കാലത്തെ ഔലിയാക്കളെ ചരിത്രം പറഞ്ഞു കൊടുക്കണം. ഇന്നത്തെ ഫുട്ബോൾ പ്ലെയറിന്റെ ചരിത്രമല്ല, കളിക്കാരുടെ ചരിത്രമല്ല, യൂട്യൂബർമാരുടെ ചരിത്രമല്ല, സെലിബ്രിറ്റികളുടെ ചരിത്രമല്ല, ബ്ലോഗർമാരുടെ ചരിത്രമല്ല.
ഇന്നത്തെ ഞങ്ങളെ മക്കൾക്ക് വ്ലോഗർമാരെ മാത്രമേ പരിചയമുള്ളൂ. ഇന്നത്തെ നമ്മുടെ മക്കൾക്ക് യൂട്യൂബർമാരെ മാത്രമേ പരിചയമുള്ളൂ. ഇന്നത്തെ നമ്മുടെ മക്കൾക്ക് സെലിബ്രിറ്റികളെ കുറിച്ച് മാത്രമേ പരിചയമുള്ളൂ. ഇന്നത്തെ നമ്മുടെ മക്കൾക്ക് ഫുട്ബോൾ പ്ലെയർമാരെ കുറിച്ച് മാത്രമേ പരിചയമുള്ളൂ. പറ്റൂല. എന്നെ പീഡിച്ചവൻ ഏതും പേടിക്കണ്ട, എന്നെ പീഡിച്ചോർക്ക് ഞാൻ കാവൽ എന്ന് പറഞ്ഞ ഖുതുബുൽ അഖ്താബ് അൽ ഗൗസുൽ അഅ്ലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കണം. ശൈഖ് റിഫായി തങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കണം. ഔലിയാക്കളെ ചരിത്രം പരിചയപ്പെടുത്തി കൊടുക്കണം. ശൈഖ് ജീലാനി തങ്ങള് അതാ കുപ്പായം അഴിച്ചു വെച്ചിരുന്നു, വുളൂഎടുത്തു വന്നു. ഇനി നിസ്കരിക്കാൻ പോകാൻ കുപ്പായം ധരിക്കാൻ വന്നതാണ്. വന്നു നോക്കിയപ്പോൾ കുപ്പായ കയ്യിൽ ഒരു പൂച്ച കിടക്കുന്നുണ്ട്. അതേ കുപ്പായം അങ്ങ് ഊരിയെടുത്താൽ പൂച്ചയുടെ ഉറക്കിന് ശല്യമാണെന്ന് മനസ്സിലാക്കി ആ കുപ്പായ കയ്യങ്ങ് മുറിച്ചെടുത്തു. ബാക്കിയുള്ള കുപ്പായം ധരിച്ചിട്ട് പോയി. നിസ്കാരം കഴിഞ്ഞ് മടങ്ങി വന്നു നോക്കുമ്പോൾ അതേ പൂച്ച എണീറ്റ് പോയിരുന്നു. അതിനുശേഷമാണ് മഹാനവരുകൾ ആ മുറിച്ചെടുത്ത കുപ്പായ കൈ തുന്നി അതാ ചേർത്തി വെച്ചത്. ഈ ചരിത്രം റിഫായി ശൈഖ് തങ്ങളുടെ ചരിത്രമല്ലേ? അത് നമ്മുടെ ചെറിയ മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. ഇതുപോലെ കുഷ്ഠരോഗം പിടികൂടിയ നായ, ആ നായയെ അങ്ങ് ശുശ്രൂഷിച്ചു, ചികിത്സിച്ചു. 40 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വലിയ ആരിഫീങ്ങളിൽപ്പെട്ട മഹാനല്ലേ, സുൽത്താനുൽ ആരിഫീനല്ലേ, അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ നേതാവല്ലേ, വലിയ പദവി ലഭിച്ച മഹാനല്ലേ, അൽ അഖ്താബുൽ അർബഅ 4 ഖുതുബുമാരിൽപ്പെട്ട വലിയ മഹാനല്ലേ. അല്ലാന്റെ ഏകല്ലാൽ ഉറുതി പറയുമ്പോൾ ആലത്തിലൊക്കെയും കേൾക്കുമതെന്നോവർ. ആ ഉറുതിയാണോ? ആ വഅദ് നൗഫൽ സഖാഫിയുടെ വഅദാണോ? അത് അള്ളാന്റെ പൊരുത്തത്തിന് പറയുന്ന വഅദല്ലേ? അള്ളാന്റെ ഓർഡർ പ്രകാരമുള്ള വഅദല്ലേ? ആ വഅദിനൊരു സൗണ്ട് ബോക്സിന്റെ ആവശ്യമില്ല. ആ വഅദിനൊരു മൈക്ക് സെറ്റിന്റെ ആവശ്യമില്ല. ആ വഅദിനൊരു സ്പീക്കറിന്റെ ആവശ്യമില്ല. യസ്മഉൽ ഖരീബ് വൽ ബഈദ്. സദസ്സിലുള്ളവരും മൈക്ക് സെറ്റ് ഇല്ലാതെ വഅദുകൾക്കു, ബോക്സിന്റെ സംവിധാനമില്ലാതെ വഅദുകൾക്കു, സ്പീക്കറിന്റെ സംവിധാനമില്ലാതെ വഅദുകൾക്കു, അടുത്തുള്ളവർ മാത്രമല്ല ദൂരെയുള്ളവരും കേൾക്കും. അതല്ലേ നേരത്തെ ഞാൻ ആലപിച്ച വരിയിലുള്ളത്, റിഫാഴിമാലയിലുള്ളത്. ഈ ചരിത്രം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ 40 ദിവസം കഴിഞ്ഞതിന് ശേഷം വെള്ളം ചൂടാക്കിയിട്ട് അതേ നായയങ്ങ് കുളിപ്പിക്കുന്നു. ഏത് നായയാണ്? ഐനുൻ നജസായ നായയല്ലേ? മുഗല്ലലായ നജസായ നായയല്ലേ? കടുപ്പമേറിയ നജസല്ലേ? നനവോടുകൂടെ തട്ടിയാൽ 7 തവണ കഴുകൽ നിർബന്ധമല്ലേ? അത് സോപ്പിട്ടാൽ പോരല്ലോ, ഡെറ്റോളിട്ടാൽ പോരല്ലോ, അതിൽ 1 തവണ കളിമണ്ണ് കൊണ്ട് തന്നെയാകണ്ടേ. ഞാൻ പറഞ്ഞു വന്നത് സുഹൃത്തുക്കളെ, ആ നായയോട് ഇത്രയെല്ലാം കാരുണ്യം കാണിച്ചപ്പോഴാണ് കൂട്ടുകാർ ചോദിച്ചു, എന്തിനാണ് ഈ നായയോട് ഇത്ര വലിയ കാരുണ്യം കാണിച്ചത്? അപ്പൊ മഹാനവരുകൾ എന്താ പറഞ്ഞത്? 2 മറുപടിയാ പറഞ്ഞത്. ആ ചരിത്രം കുട്ടികളെ കൽവിൽ ഇപ്പോൾ തന്നെ നിറക്കണം. അത് രാത്രി കിടന്നുറങ്ങുമ്പോ മക്കൾക്ക് റീൽസുകളല്ല ഉമ്മമാരെ കാണിക്കേണ്ടത്. നിങ്ങളും ഔലിയാക്കളെ ചരിത്രം പഠിക്കണം. എന്നിട്ട് ആ പഠിച്ച ചരിത്രം ഉമ്മയുടെ ബറക്കത്താക്കപ്പെട്ട നാവ് കൊണ്ട്, മൊബൈലിൽ നിന്നല്ല,
ഉമ്മാന്റെ ബറക്കത്താക്കപ്പെട്ട നാവ് കൊണ്ട് അത് മക്കളെ കേൾപ്പിച്ച് പഠിപ്പിച്ചു കൊടുക്കണേ. എന്നിട്ടതാ രണ്ട് മറുപടിയാണ് മഹാനവരുകൾ പറഞ്ഞത്. ഒന്നാമത്തത്, എന്റെ റബ്ബെന്നോട് ചോദിച്ചാലോ ഈ നായയ്ക്ക് ചെയ്യേണ്ടുന്ന കാരുണ്യം പോലും നിങ്ങളിൽ ഇല്ലാതെയായി പോയോ അഹ്മദുൽ കബീർ എന്ന് എന്റെ റബ്ബെന്നോട് ചോദിച്ചാൽ. രണ്ടാമത്തത്, ഖശീതു, ഞാൻ അവിടുന്ന് പേടിച്ചുപോയി. ഈ നായയെ അല്ലാഹു തആല പരീക്ഷിച്ച രോഗം കൊണ്ട് അല്ലാഹ് എന്നെ പരീക്ഷിച്ചാലോ എന്ന് ഞാനങ്ങ് പേടിച്ചുപോയി. ആ ഔലിയാക്കളുടെ ചരിത്രം മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അശൈഖ് അബൂ അംർ റളിയല്ലാഹു അൻഹു നന്നാകാൻ കാരണം എന്താണ്? മഹാനവരുകൾ തൗബ ചെയ്ത് നന്നാവുകയാണ്. മഹാനവരുകൾ പറഞ്ഞു കാരണം എന്താണെന്നറിയോ? ഒരിക്കൽ രാത്രി ഞാൻ ഇങ്ങനെ മേൽപോട്ട് നോക്കിയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. കിടന്നപ്പോൾ 5 മാടപ്രാവിനെ ഞാൻ കാണാണ്. അതാ ഞാനിങ്ങനെ 5 പക്ഷികളെ ഞാൻ കാണാണ്. സുബ്ഹാനല്ലാഹ്. കൂട്ടത്തിൽ ഒരു പക്ഷി തസ്ബീഹ് ചൊല്ലാണ്. 5 പക്ഷികളും വ്യത്യസ്തമായ തസ്ബീഹ് ചൊല്ലാണ്. ഇതങ്ങ് കേട്ടപ്പോൾ എന്റെ കൽബിൽ ദുനിയാവിനോടുള്ള സ്നേഹമില്ലാണ്ടായി. റബ്ബേ, പക്ഷികളാണോ തസ്ബീഹ് ചൊല്ലുന്നത്? 5 പക്ഷി ഞാൻ കാണാണ്. 5 പക്ഷികളും തസ്ബീഹ് ചൊല്ലാണ്. അല്ലാ, ഞാൻ എന്ത് മനുഷ്യനാണ്! എനിക്ക് ഇത്രയെല്ലാം സൗകര്യം നീ ചെയ്തു തന്നിട്ടും നിനക്ക് തസ്ബീഹ് ചൊല്ലാൻ എനിക്കൊരു നേരം കിട്ടിയില്ലല്ലോ. എന്റെ കൽബിലുള്ള ദുനിയാവിന്റെ ചിന്തയെല്ലാം അങ്ങ് മാറിപ്പോയി. പ്രഭാതമാകാൻ ഞാൻ കാത്തിരുന്നു. പ്രഭാതമായപ്പോൾ ഞാൻ എന്നെ നന്നാക്കി എടുക്കുന്ന ഒരു മഹാനെ തേടിയിട്ട് ഞാൻ ഇറങ്ങി. എന്നെ കൈപിടിച്ച് രക്ഷപ്പെടുത്തുന്ന ഒരു മഹാനെ എനിക്ക് കാണണം. അങ്ങനെ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നല്ല ഗാംഭീര്യതയുള്ള ഒരു ശൈഖിനെ ഞാൻ കണ്ടു. സലാം പറഞ്ഞു. ഉടനെ എന്നോട് പറഞ്ഞു, ആരാണത്? ഞാൻ ആ കണ്ട ശൈഖിനോട് ചോദിച്ചു, നിങ്ങൾ ആരാണെന്ന് എന്നോട് പറയണം. ആ ശൈഖ് എന്നോട് പറഞ്ഞു, ഞാൻ വേറെ ആരുമല്ല, അനൽ ഖുദർ, ഞാനാണ് അല്ലാഹുവിന്റെ നബിയായ ഖുദർ നബി അലൈഹിസ്സലാം. അശൈഖ് അബൂ അംർ തങ്ങൾ പറയാണ്, ഖുദർ നബി അലൈഹിസ്സലാമാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഖുദർ നബി അലൈഹിസ്സലാമിനോട് ഖുദർ നബി പറയാണ് എന്നോട്, ഞാനതാ അശൈഖ് അബ്ദുൽ ഖാദിറിൽ ജീലാനി റളിയല്ലാഹു അൻഹു, ഇവിടുന്ന് നമ്മൾ അനുസ്മരിക്കുന്ന മഹാനാണ് ശൈഖ് ജീലാനി തങ്ങൾ. ഖുദർ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ ശൈഖ് ജീലാനി തങ്ങളുടെ അരികിൽ ഉണ്ടായിരുന്നു. ആ ശൈഖ് ജീലാനി തങ്ങൾ ആരാണ്? വഹുവ സയ്യിദുൽ ആരിഫീൻ, ആരിഫീങ്ങളെ നേതാവാൻ. അപ്പ എന്നോട് ശൈഖ് ജീലാനി തങ്ങൾ പറഞ്ഞു, ഇന്നൊരാള് പക്ഷികളുടെ തസ്ബീഹ് കേട്ടിട്ട് ഒരു മുർഷിദായ ഒരു സ്വാലിഹായ കൈപിടിച്ച് രക്ഷപ്പെടുത്തുന്ന ഒരാളെ തേടിയിട്ട് നന്നാകണമെന്ന് കരുതിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ഒരാളുണ്ട്. ഇന്നൊരാള് അങ്ങനെയുള്ള ഒരാളുണ്ടെന്ന് ശൈഖ് ജീലാനി തങ്ങൾ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ അയാളോട് പോയി പറയണം. ഖുദർ നബിയോട് മഹാനവരുകൾ പറയാണ്, ആ ആള് മറ്റാരുമല്ല, ഞാനാണെന്ന് അയാളോട് പറയണം. ഖുദർ നബി അലൈഹിസ്സലാം ഇയാളോട് ഇതങ്ങ് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അതുകൊണ്ട് അശൈഖ് അബൂ അംറേ ഫഅലൈക ബിമുലാസമതിഹി, നിങ്ങളൊരു മുർഷിദിനെ തേടിയിട്ടല്ലേ ഇറങ്ങിയത്? നിങ്ങളെ കൈപിടിച്ച് നന്നാക്കി എടുക്കാൻ പറ്റിയ ഒരാളെ തേടിയിട്ടല്ലേ ഇറങ്ങിയത്? കണ്ടു കാണുന്നവന്റെ പിന്നില് പോകണ്ട, തലയെക്കെട്ടിന്റെ വലിപ്പം കണ്ടിട്ട് പോകണ്ട, താടിയുടെ നീളം കണ്ടിട്ട് പോകണ്ട, ശൈഖാണെന്ന് കരുതിയിട്ട് തെറ്റിദ്ധരിക്കണ്ട, വലിയാണെന്ന് കരുതിയിട്ട് തെറ്റിദ്ധരിക്കണ്ട.
ശൈഖ് ജീലാനി തങ്ങളെക്കാൾ വലിയ ഔലിയാക്കൾ ആരാണുള്ളത്? റിഫായി ശൈഖ് തങ്ങളെക്കാൾ വലിയ മുർഷിദ് ആരാണുള്ളത്? അതുകൊണ്ട് കണ്ട മജ്ലിസുകളിൽ പോയി അതേ ആളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണ്ട. അത് പടച്ച റബ്ബിന്റെ കോടതിയിൽ നാളെ മറുപടി പറയേണ്ടി വരും എന്ന നല്ല ബോധം വേണം. ശൈഖ് ജീലാനി തങ്ങളെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ശൈഖ് അബൂ അംർ തങ്ങൾ പറയാണ്, ഞാനതാ നേരെ പിന്നെ പോയത് ബഗ്ദാദിലാ. അത്ഭുതകരമായി കണ്ണങ്ങ് തുറന്നു നോക്കിയപ്പോ ബഗ്ദാദിലാണുള്ളത്. ബഗ്ദാദിൽ കണ്ണു തുറന്നപ്പോൾ നേരെ മുന്നിലുള്ളത് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളാണ്. എന്നെ കണ്ട ഉടൻ മഹാൻ പറഞ്ഞു, മർഹബാ. പക്ഷികളുടെ തസ്ബീഹ് കേട്ട് കൈപിടിച്ച് രക്ഷപ്പെടുത്തുന്ന ഒരു മുർഷിദിനെ വേണമെന്ന് കരുതിയിട്ട് തേടിയിട്ട് വീട്ടിൽ നിന്നിറങ്ങി വന്ന ആളെ, നിങ്ങൾക്കിതാ സ്വാഗതമുണ്ട്. അങ്ങനെ ശൈഖ് അബൂ അംർ റളിയല്ലാഹു അൻഹു തങ്ങള് ശൈഖ് ജീലാനി തങ്ങളെ കൈപിടിച്ച് പശ്ചാത്തപിച്ച് നന്നാവുകയാണ്. അതുകൊണ്ട് കണ്ട് കാണുന്ന ശൈഖിന്റെ പിന്നില് പോകണ്ട. വിലായത്തിന്റെ പദവി പ്രഖ്യാപിച്ച് നടക്കുന്നവരെ പിന്നില് പോകണ്ട. ഔലിയയാണെന്ന് ചമഞ്ഞ് നടക്കുന്നവരുടെ പിന്നില് പോകണ്ട. ഇവിടെയുണ്ട് ഔലിയാക്കന്മാർ. അവർക്കോരോ ഫാത്തിഹ എപ്പോഴും ഓതുകിൽ അവരെ ദുആയും ബറകത്തും എത്തുമേ. മുഹിയദ്ദീൻ മാലയിലുള്ളതല്ലേ. എന്നും ശൈഖ് ജീലാനി തങ്ങളെ പേരിൽ ഒരു ഫാത്തിഹ ഓതുക, എന്നും റിഫായി ശൈഖ് തങ്ങളെ പേരിൽ ഒരു ഫാത്തിഹ ഓതുക. അത് ജീവിതത്തിൽ മുടങ്ങാതെ പതിവാക്കിയാൽ അവരെ ദുആയും ബറകത്തും എത്തുമേ. അവരുടെ ദുആയും ബറക്കത്തും കിട്ടും. ഇത് ഈ വൈകിയ വേളയിൽ സാധുവായ ഞാൻ എൻ്റെ അമ്മാനത്തായ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ ഇന്നത്തെ വാളു നിർത്തുന്നു. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഈ സദസ്സ് നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണം റഹ്മാനെ. ദുആക്ക് ഇജാബത്തുള്ള സദസ്സാക്കണം റഹ്മാനെ. ഞങ്ങളെല്ലാം ഔലിയാക്കളെ സ്നേഹിച്ച് ഈ മജ്ലിസിൽ വന്നവരാണ്. ഇതിന്റെ ബറക്കത്ത് കൊണ്ടെങ്കിലും ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കണം റഹ്മാനെ. ഖബറിൽ നീ ഞങ്ങളെ സന്തോഷിപ്പിക്കണം റഹ്മാനെ. സ്വർഗത്തിൽ ആമാന്മാരോടൊന്നിച്ച് നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ.